നമസ്കാരം, ഞാൻ സൈക്കോളജിസ്റ്റ് ജയേഷ്. ആങ്സൈറ്റി എങ്ങനെ ഒഴിവാക്കാം, അതിന് സഹായിക്കുന്ന 5 ടിപ്സുകളാണ് ഇനി പറയുന്നത്. ഈ ടിപ്സുകൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിക്കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ജീവിതത്തിൽ കടന്നു വരുന്ന സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മൂലം ഉണ്ടാകുന്ന ആങ്സൈറ്റിയെ നമുക്ക് തരണം ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ആങ്സൈറ്റി അതിജീവിക്കാനുള്ള ഏറ്റവും നല്ലൊരു മെത്തേഡാണ് എക്സസൈസ്. ആഴ്ചയിൽ 150 മിനിറ്റ്, ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ 5 ദിവസം 30 മിനിറ്റ് വെച്ച് വ്യായാമം ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിനകത്ത് കെട്ടിക്കിടക്കുന്ന സ്ട്രെസ്സും സ്ട്രെയിനും പോവുകയും ശരീരത്തിന് നല്ലൊരു ആശ്വാസം കിട്ടുകയും അതിൻ്റെ ഫലമായിട്ട് മനസ്സിന് ആശ്വാസം കിട്ടുകയും ചെയ്യും. ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന ടെൻഷൻസും സ്ട്രെസ്സും എല്ലാം അതാത് ദിവസം വൈകുന്നേരം വ്യായാമം ചെയ്യുന്നതോടുകൂടി ശരീരത്തിനകത്ത് നിന്ന് പുറത്തേക്ക് കളയാൻ സാധിക്കുമ്പോൾ ഒരു ടെൻഷനും ഒരു സ്ട്രെസ് ഹോർമോണും നിങ്ങളുടെ ശരീരത്തിൽ അനാവശ്യമായിട്ട് കെട്ടിക്കിടക്കാതിരിക്കും. അങ്ങനെ കെട്ടിക്കിടക്കാതിരിക്കുമ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് നല്ലൊരു റിലീഫ് കിട്ടിക്കും. ആ റിലീഫ് ദൈനംദിന ജീവിതത്തിൽ കണ്ടിന്യൂസ് ആയി പോയി കഴിഞ്ഞാൽ നല്ല മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുകയും നല്ലൊരു ഫിറ്റ്നസ് ഉണ്ടാവുകയും അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് എന്തൊരു പ്രതിസന്ധി വന്നാലും സുഖകരമായിട്ട് അതിനെ തരണം ചെയ്ത് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നതാണ്. ദെൻ ആങ്സൈറ്റി ഒഴിവാക്കാനുള്ള രണ്ടാമത്തെ മാർഗമാണ് ഭക്ഷണം കഴിക്കുക. പ്രത്യേകിച്ച് നാരുകൾ അടങ്ങിയിട്ടുള്ളതും വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുള്ളതും പ്രോട്ടീനും അതുകൂടാതെ തന്നെ ഫാറ്റും അടങ്ങിയിട്ടുള്ളതല്ല, അല്ലെങ്കിൽ കാൽഷ്യം ഒക്കെ എല്ലാം കൂടുതലുള്ള ആഹാരങ്ങൾ കഴിക്കുക. അതിന് ഏറ്റവും നല്ലത് നിങ്ങൾക്ക് മോര് കുടിക്കാം, അല്ലെങ്കിൽ നമുക്ക് നല്ല മട്ടയരിയൊക്കെ എല്ലാം ഉപയോഗിച്ചിട്ടുള്ള ചോറോ കഞ്ഞിയോ ഒക്കെ നമുക്ക് കഴിക്കാം. അതുകൂടാതെ പച്ച നിറത്തിലുള്ള പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഒക്കെ മാക്സിമം ഉൾപ്പെടുത്താം. നട്ട്സുകളും അണ്ടിപ്പരിപ്പുകളും അതുപോലെ തന്നെ ബദാം, പിസ്ത അങ്ങനെയുള്ള നമുക്ക് നട്ട്സിൻ്റെ കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള ഭക്ഷണങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. മീൻ ഉപയോഗിക്കാം, ഇറച്ചി, മുട്ട, തന്നെ ചെറികൾ, അത് ചെറിയില്ലെങ്കിൽ നമുക്ക് ബെറികളായാലും കുഴപ്പമില്ല. ഈ പറയുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആങ്സൈറ്റിയെ സുഖകരമായിട്ട് അതിജീവിക്കാനും ആങ്സൈറ്റി മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടാനും കഴിയുന്നതാണ്. മൂന്നാമതായിട്ട് ആങ്സൈറ്റിയെ ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറയുന്നതാണ് ബന്ധങ്ങൾ നന്നായിട്ട് സ്ഥാപിക്കുക. മാക്സിമം റിലേഷൻഷിപ്പ് നിങ്ങൾ ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്ന ഒരാളുടെ മനസ്സ് ചെകുത്താൻ്റെ പണിപ്പുര എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ പരമാവധി ഒറ്റയ്ക്കിരിക്കാതെ, ഒറ്റയ്ക്ക് ജീവിക്കാതെ ഒരു സാമൂഹിക ജീവി എന്ന നിലയ്ക്ക് സമൂഹമായിട്ട് നല്ല ബന്ധങ്ങളിൽ ഏർപ്പെടാം. അത് പൊളിറ്റിക്സുകളാകാം, ക്ലബ്ബുകളാകാം, സാംസ്കാരിക പ്രവർത്തനങ്ങളാകാം, അല്ലെങ്കിൽ അസോസിയേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാകാം. എപ്പോഴും സോഷ്യലായിട്ട് നിങ്ങൾ കൂടുതൽ ഇടപഴകാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ സോഷ്യലായിട്ട് ഇടപെടുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനും പ്ലാൻ ചെയ്യാനും കൂടി ഉണ്ടാകുമ്പോൾ നമ്മൾ നമ്മുടെ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ചല്ല ചിന്തിക്കുക, മറിച്ച് വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചായിരിക്കും എപ്പോഴും കൂടുതൽ ചിന്തിക്കുന്നത്. അങ്ങനെ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നതനുസരിച്ച് നമുക്ക് ബ്രെയിനിൽ ഒരുപാട് ചേഞ്ചസുകളുണ്ടാവും. ആ ചേഞ്ചസുകൾ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനകത്തേക്ക് ദുഃഖങ്ങൾ കയറി വരുന്നതും ടെൻഷൻ കയറി വരുന്നതൊക്കെല്ലാം നമുക്ക് സുഖമായിട്ട് നിയന്ത്രിച്ച് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നതാണ്. നാലാമതായിട്ട് നമുക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഉറക്കം. ആങ്സൈറ്റി ഒഴിവാക്കാനായിട്ട് നന്നായി ഉറങ്ങിയാൽ മതി. 7 മുതൽ 9 മണിക്കൂർ വരെയുള്ള ഉറക്കം മസ്റ്റാണ്. പക്ഷേ ഇന്ന് പലപ്പോഴും നമ്മൾ ഒരുപാട് സമയം സോഷ്യൽ മീഡിയയിൽ രാത്രി ചെലവഴിക്കുന്നതുകൊണ്ടാണ് ഉറക്കം നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് പരമാവധി നിങ്ങൾ രാത്രി പെട്ടെന്ന് തന്നെ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട കണക്ഷൻസ് കുറച്ചിട്ട് കൂടി വന്നൊരു 10-20 മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ബന്ധങ്ങൾ അവസാനിപ്പിച്ചിട്ട് 7 മുതൽ 9 മണിക്കൂർ വരെയുള്ള ഉറക്കം നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാനായിട്ട് ശ്രമിക്കണം. അങ്ങനെ ദൈനംദിന ജീവിത ഭാഗമാക്കി മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ വൈറ്റൽസിൻ്റെയും പെർഫോമൻസ് നന്നായി പോവുകയും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ലൊരു ഫ്രഷ്നെസ്സോടു കൂടി നിങ്ങളുടെ ഡ്യൂട്ടിയും നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളും ചുമതലകളൊക്കെ എല്ലാം കൃത്യമായിട്ട് നിർവഹിക്കാനൊക്കെ കഴിയുന്നതാണ്. അഞ്ചാമതായിട്ട് ആങ്സൈറ്റി ഒഴിവാക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു മാർഗം എന്ന് പറയുന്നത് നീട്ടിവെക്കുന്ന ശീലമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് അവസാനിപ്പിക്കാം. പലപ്പോഴും എൻ്റെയൊക്കെ എക്സ്പീരിയൻസിൽ നമ്മളിപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ പിന്നീട് മാറ്റിവെക്കുന്നതിന് ഫലമായിട്ട് സ്ട്രെസ് ഓട്ടോമാറ്റിക്കലി ഡെവലപ്പ് ചെയ്ത് വരും. കാരണം ആ ഒരു സമയത്ത് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് മറ്റൊരു കാര്യം കൂടി വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതൊന്നും ചെയ്തു തീർക്കാനുള്ള സമയം ഉണ്ടാവില്ല. അങ്ങനെ സമയം കിട്ടാതെ വരുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ഫ്രസ്ട്രേഷൻസും സ്ട്രെസ്സും വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇത് പിന്നീട് നമുക്ക് ആങ്സൈറ്റി ആയിട്ട് മാറാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ നീട്ടിവെക്കുന്ന ശീലം ഉണ്ടെങ്കിൽ കഴിവതും ഒഴിവാക്കാം. അതായത് അന്നൊന്നും ചെയ്യേണ്ട കാര്യങ്ങൾ അന്നൊന്നും തന്നെ
ചെയ്തു തീർക്കാനായിട്ട് എല്ലാ ആളുകളും പരിശ്രമിക്കുക. സോ ഈ പറയുന്ന രീതിയിൽ 5 ടിപ്സുകൾ ഉപയോഗിച്ച് നിങ്ങൾ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നിങ്ങളെ ബാധിക്കുന്ന ആങ്സൈറ്റിയെ നിങ്ങൾക്ക് തന്നെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ മനഃശാസ്ത്ര വിദഗ്ധരെയും കണ്ട് അവർ നിർദ്ദേശിക്കുന്ന കാര്യം കൂടി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പരിഹരിക്കാനും സന്തോഷകരമായിട്ടുള്ള ജീവിതം മുന്നോട്ട് നയിക്കാനും കഴിയുന്നതാണ്. സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ബൈ.